കുറേ നാളായി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കണം. ഇടയ്ക്ക് ഓരോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണ വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിലും കൊണ്ടുപോയിടും. പിന്നെ എന്താണോ ആവോ, ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ വിൻ്ററാണ്. അപ്പം നല്ല തണുപ്പത്ത് നല്ല ഡിപ്രഷൻ അടിക്കും. അപ്പം അന്നേരമാണല്ലോ നമ്മൾ കൂടുതൽ ടൈം ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ സ്പെൻഡ് ചെയ്യണേ. അപ്പം അങ്ങനെ അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു തണുപ്പിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച വഴിയാണ് കുറച്ച് ദിവസം അടുപ്പിച്ച് അങ്ങ് യൂട്യൂബ് വീഡിയോസ് ചെയ്താലോ എന്ന്. എനിക്കതൊക്കെ ചെയ്യണതാണ് ഇഷ്ടം. പിന്നെ എന്തുവാ, ഞാനിപ്പോൾ കുറേ നേരമായല്ലോ അല്ലേ ഈ വീഡിയോ തന്നെ ഇങ്ങനെ കാണുന്നു. ഇതെന്തുവാണെന്നറിയാവോ, ഞാൻ യൂട്യൂബ് നോക്കി ലക്ഷ്മി നായരുടെ ഒരു റെസിപ്പിയാണിത്. പനീർ ടിക്ക മസാല. അത് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചുമ്മാ റെസിപ്പി ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പനീർ ടിക്ക മസാല നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഫുൾ റെസിപ്പി കിട്ടും. പിന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഇൻസ്പയേർഡായി മറ്റ് യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ട് ഇൻസ്പയർഡായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നാണല്ലോ ചൊല്ല്. പക്ഷേ ഈ കീ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോവേ, അതാ പ്രശ്നം. പിന്നെയും ഇത് തപ്പി പിടിച്ചെടുത്തോണ്ട് വരും. ഇനി എത്ര ദിവസം പോവുമെന്നറിയാം. ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ ഈ റെസിപ്പീനെ കുറിച്ചും കൂടി ഇപ്പോൾ കുറച്ച് പറയാം. പനീരെല്ലാം കൂടി ഒന്ന് ചെയ്യണ്ടേ, നമുക്കിഷ്ടമുള്ള മസാലകളൊക്കെ അങ്ങോട്ട് ഇട്ട് കുറച്ച് പൊടിയെല്ലാം ഒക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുക. ഞാൻ ആ കുറച്ച് നേരം വെച്ച സമയത്ത് പോയി കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കൂടി കഴുകി. എന്നിട്ട് ഇത് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എനിക്ക് ഈ പനീറൊക്കെ, ഞാൻ റീസെൻ്റ്ലിയാണ് പനീറൊക്കെ കടയിൽ നിന്ന് മേടിച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കുക്കിംഗ് എനിക്ക് തീരെ ഇഷ്ടമല്ല, ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമല്ല. ഇതെല്ലാം വർഷങ്ങളോളം ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഒരു മടുപ്പില്ലേ, അത് തന്നെ. പക്ഷെ എന്നാലും തിന്നണമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ പനീർ കുറേ നേരം ചൂടാകുമ്പോഴത്തേക്കുമേ അതിനകത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ചൂടാക്കിയാൽ മതി. എന്നിട്ട് കുറച്ച് സവാളയും കുറച്ച് പെപ്പേഴ്സും ക്യാപ്സിക്കം എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് ജസ്റ്റ് ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് വഴറ്റി ഈ നേരത്തെ ജസ്റ്റ് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ പനീറില്ലേ അതിലോട്ടും കൂടി മിക്സ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ ചെയ്യണ്ടേ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ചെറിയ ഒരു മസാല, നമ്മുടെ ഫില്ലിങ് ഉള്ള സംഭവമൊക്കെ റെഡിയാവും. ഇത് റെഡിയായി കഴിയുമ്പോൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ ചപ്പാത്തി കുക്കിംഗ് മൊത്തത്തിൽ മടുത്തിരിക്കുന്ന സമയത്ത് ഇനി ചപ്പാത്തി കുഴച്ചുണ്ടാക്കാനൊന്നും അതിലേറെ മടിയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റെഡിമെയ്ഡായിട്ട് മേടിച്ച ചപ്പാത്തി പോലത്തെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, അതിൻ്റെ പടം ഇപ്പോൾ വരും, അതിൻ്റെ പടം വരുമ്പോൾ ഞാൻ പറയാം. ഒരു ചപ്പാത്തിയുടെ ടേസ്റ്റൊന്നുമില്ല, പിന്നെ കാണാനൊരു ചപ്പാത്തിയുടെ ലുക്കുണ്ട്, പക്ഷേ അതിൻ്റെ ഷേപ്പ് നമ്മുടെ ഒരു നാട്ടിലെ ഒരു മിനി റബ്ബർ ഷീറ്റ് അതേ വന്നല്ലോ, ഇതുപോലെയൊക്കെ ഇരിക്കും. ഇതിനകത്ത് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടേ അതിനകത്തേക്ക് ആ ഫില്ലിംഗ് ഒക്കെ കൂടി അങ്ങ് വയ്ക്കണം. എന്നിട്ട് ചുരുട്ടിക്കൂട്ടി തിന്നണം. ഫില്ലിങ് വയ്ക്കണതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ റെസിപ്പി അനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ബേസായിട്ട് ഒരു സംഭവം കൊടുക്കുന്നുണ്ട്, ഒരു സ്പ്രെഡ്. അത് നമ്മുടെ മിൻറ്റ് ചട്നിയാണ്. മിൻറ്റ് ചട്നി ഇതിൻ്റെ ബേസ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ മിൻറ്റൊക്കെ അലർജി ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മിൻറ്റൊന്നും ഇല്ലാതെ ജസ്റ്റ് ഞാൻ ഇത് കുറച്ച് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് പിന്നെ ഇതുപോലെ നല്ല ഹോട്ട് ആൻഡ് സ്വീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ വെച്ചിട്ട് അങ്ങ് ചുറ്റിക്കൂട്ടി തിന്നാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പ്രെഡ് ഉണ്ടാക്കിയിട്ട് ഇത് മിൻറ്റ് ചട്നി കുറച്ച് തൈരൊക്കെ ഇട്ട് മിൻറ്റും മല്ലിയിലയും എല്ലാം കൂടി ഇട്ടുകൊണ്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ മറ്റേ സെയിം ഫില്ലിംഗ് ഇല്ലേ അതിനകത്തിട്ട് വെച്ചിട്ട് കുറച്ച് സോസൊക്കെ ഒഴിച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഒരു വീഡിയോ ചുമ്മാ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാം. ഇൻസ്റ്റയിലൊന്നും ഇടുന്നില്ല, ഇന്ന് യൂട്യൂബിൽ മാത്രമേ ഇടുന്നുള്ളൂ. ആരെങ്കിലുമൊക്കെ കണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ, ഒരു സന്തോഷമൊക്കെ വേണ്ടേ. അപ്പോൾ സെൽഫായിട്ട് സന്തോഷം കണ്ടെത്താൻ ഇപ്പോൾ ഇതൊക്കെയാണ് വഴി. ഞാൻ അത്യാവശ്യം കുറച്ച് സംസാരിക്കുന്ന ആളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്വയമൊക്കെ സംസാരിച്ചും വീഡിയോസ് എല്ലാം ഇട്ട് ഇനിയുള്ള 2-3 മാസം എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ പിന്നെ എന്നാ ഇത് കഴിക്കുക. എല്ലാവർക്കും നന്ദി.